ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുത്താലോ? തട്ടുകടയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ രുചിയിൽ, അതായത് തട്ടുകടയിൽ നിന്നും കിട്ടിയ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ലെഗ് പീസാണ് മുഴുവനും എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പീസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ ചിക്കനിലേക്ക് നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് സമയത്തേക്ക് മാറ്റി വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാരങ്ങാനീരൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കി മസാല കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ആ കൂടെ തന്നെ നമുക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം.